നമസ്കാരം. വളരെ യാദൃച്ഛികമായാണ് കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഒരു പ്രസംഗം കേട്ടത്. രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, BJP എന്ന രാഷ്ട്രീയ പാർട്ടി എന്തിന് മുസ്ലിമുകളെ മന്ത്രിയാക്കണം, എന്തിന് മുസ്ലിമുകൾക്ക് പദവി കൊടുക്കണം? അതിന്റെ കാരണം എന്താണ്? ഞങ്ങൾ ചെയ്തൊന്നുമല്ല, ഞങ്ങൾ ആരെ ഉപദ്രവിച്ചിട്ടുള്ളത് അല്ല, അത് കറക്റ്റാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചാലോ, മുസ്ലിംസ് ഞങ്ങൾ വോട്ട് തരുന്നില്ല, എന്തിനാണ് കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നത്? അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ ആർക്കാണ് ഏതെങ്കിലും ഗുണം കിട്ടുമോ? അല്ല, ഞാനത് കൃത്യമായി പറഞ്ഞില്ലേ. ഞാൻ അതിൽ ഒരു സംശയമില്ലല്ലോ. സമുദായം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങള്? അല്ല, മന്ത്രിമാരില്ല എന്ന് പറഞ്ഞാൽ MP ഇല്ല. എന്താ? അല്ല, ഗവർണൻസിൽ കയറാൻ ഒരു MP ആവണ്ടേ, മന്ത്രിയാവാൻ ഒരു MP ആവണ്ടേ? അല്ല, അത് ഇപ്പോ ഇല്ല, ഉണ്ടായിരുന്നല്ലോ. അല്ല, ഉണ്ടായിരുന്നല്ലോ. അല്ല, ഇല്ല, അതിൽ അല്ലല്ല ഇല്ലാന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? അത് ഇല്ല, ഓക്കെ. പക്ഷെ MPs ഉണ്ട്. ഇത് പലരും വലിയ ആവേശത്തോടുകൂടി പ്രചരിപ്പിക്കുന്നത് കണ്ടു. പലരും പറയുന്നു രാജീവിന്റെ ഇസ്ലാം വിരുദ്ധ മനോഭാവത്തിന്റെ ഒന്നാം തരം ലക്ഷണമാണിത്. ഈ സംസ്ഥാനത്തെ 30% മുസ്ലിം ജനതയെ അധിക്ഷേപിച്ചിരിക്കുന്നു. ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് 30%-ലധികം വരുന്ന ജനതയെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഞങ്ങൾ എന്തിനാണ് മുസ്ലിമുകളെ സംരക്ഷിക്കേണ്ടതെന്ന്? മുസ്ലിമുകൾ എന്താണ്, രണ്ടാം കിട പൗരന്മാരാണോ? മുസ്ലിമുകൾ എന്താണ്, ഈ ഭരണഘടനയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരാണോ? BJPക്കാർ മുസ്ലിം വിരുദ്ധരാണ്, മുസ്ലിം സമുദായത്തിന്റെ വംശഹത്യയാണ് BJPയുടെ അജണ്ട എന്ന് പറയുന്നവർക്ക് രാജീവ് ചന്ദ്രശേഖർ കുടപിടിക്കുകയല്ലേ? സ്വാഭാവികമായ ചോദ്യം. അടുപ്പൂട്ടി ചർച്ചക്കാർക്ക് ഇതിനേക്കാൾ നല്ല ഒരു അവസരം വീണ് കിട്ടാനില്ല. പക്ഷെ നമ്മളൊക്കെ സ്വയം ചിന്തിച്ചു നോക്കണം, ആ ചോദ്യം അത്ര നിസ്സാരമാണോ? എന്തിന് BJP എന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിമുകൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം? എന്തിന് BJP എന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിമുകളെ ഉന്നത പദവിയിലെത്തിക്കണം? ആ ചോദ്യത്തിനുള്ള അർത്ഥം തിരയുക തന്നെ വേണം. ഇന്ത്യൻ ജനസംഖ്യയിൽ നിർണായകമായ ഘടകമാണ് മുസ്ലിമുകൾ. ലോകത്തെ ഏറ്റവും അധികം മുസ്ലിമുകൾ താമസിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആനുപാതികമായ പദവികൾക്ക് അർഹതയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന പാർട്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ കേന്ദ്രമന്ത്രിമാരാക്കണം. അവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് മുസ്ലിം വിരോധമായി വ്യാഖ്യാനിക്കപ്പെടാം. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ അവർ ഇന്ത്യയോട് ഊഷ്മളമായി അടുപ്പം കാണിക്കുമ്പോൾ അറബ് രാജ്യങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു മുസ്ലിം മന്ത്രിയാകാത്തതെന്ന്? മുസ്ലിം ജനസംഖ്യ നാമമാത്രമായ ബ്രിട്ടനിലും അമേരിക്കയിലുമൊക്കെ മുസ്ലിമുകൾ മന്ത്രിമാരായുണ്ട്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ നഗരമായ ലണ്ടന്റെ മേയർ മുസ്ലിമാണ്. ബ്രിട്ടന്റെ ഹോം സെക്രട്ടറി, അതായത് ആഭ്യന്തരമന്ത്രി പദവി, മൂന്നാമത്തെ വലിയ പദവി മുസ്ലിമിനാണ്. പക്ഷെ അവിടത്തേക്ക് ജനസംഖ്യ 1-2% താഴെയാണ്. അപ്പോൾ പിന്നെ കോടിക്കണക്കിന് മുസ്ലിമുകൾ തെങ്ങി പാർക്കുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് അത് നിഷേധിക്കുന്നു? അതിനുള്ള ഉത്തരം ലളിതമാണ്. എത്ര മുസ്ലിമുകൾ BJPക്ക് വോട്ട് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ 30%-ലധികമുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ മുസ്ലിമുകൾ സ്ഥാനാർത്ഥികളായുണ്ട്. പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിമുകൾ BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ അവർ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് നേടുന്നത്. മുസ്ലിം ഒരിക്കലും ഒരു BJPക്കാർക്കും വോട്ട് ചെയ്യുന്നില്ല. മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷവും ഹിന്ദുവിൻ്റെയാണ്, കുറച്ച് ക്രിസ്ത്യാനിയുടെയും. മുസ്ലിമുകൾ വോട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ, മുസ്ലിമുകൾ ഒരു MPയെയും തിരഞ്ഞെടുക്കാത്ത സാഹചര്യത്തിൽ എന്തിന് മുസ്ലിമിനെ മന്ത്രിയാക്കണം? കേന്ദ്രമന്ത്രിയാകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാര്യം MP ആവുക എന്നതാണ്. ഒരു മുസ്ലിം MPയെ തെരഞ്ഞെടുത്ത് വിട്ടിട്ട് അയാളെ മന്ത്രിയാക്കിയില്ലെങ്കിൽ നമുക്ക് പഴിക്കാൻ കാരണമുണ്ട്. എവിടെയെങ്കിലും ഒരു മുസ്ലിം MPയെ ഈ നാട് വിജയിപ്പിച്ചിട്ടുണ്ടോ? മുസ്ലിമുകൾ മത്സരിക്കാത്തത് കൊണ്ടല്ല, മത്സരിച്ചിടത്തൊന്നും ജയിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം മലപ്പുറമാണ്. മലപ്പുറത്തെ ഭൂരിപക്ഷം പേരും മുസ്ലിമുകളാണ്. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ BJPയുടെ സ്ഥാനാർത്ഥി മുസ്ലിമായിരുന്നു, ഡോക്ടർ M. അബ്ദുൽ സലാം. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്നു. പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, ചിന്തകനാണ്, അടിയുറച്ച മുസ്ലിം മതവിശ്വാസിയാണ്. പക്ഷേ അദ്ദേഹത്തിന് എത്ര മുസ്ലിമുകൾ വോട്ട് ചെയ്തു? അദ്ദേഹത്തെ ജയിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമായിരുന്നു, സംശയവും വേണ്ട. സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ പ്രാധാന്യം അബ്ദുൽ സലാമിന് കിട്ടുമായിരുന്നു, തീർച്ചയായിരുന്നു. കേരളത്തിൽ നിന്നും അബ്ദുള്ള കുട്ടി BJPയുടെ നേതാവാണ്. പക്ഷെ മുസ്ലിമുകൾ വോട്ട് ചെയ്യുമോ?
രാജ്യത്തൊരിടത്തും മുസ്ലിമുകൾ BJPക്ക് വോട്ട് ചെയ്യാതെ മുസ്ലിമിനെ മന്ത്രിയാക്കണമെന്ന് പറയുന്നത് ഉചിതമാണോ? ഈ ചോദ്യം പ്രസക്തമല്ലേ? മുസ്ലിം പ്രാതിനിധ്യം BJP കൊടുക്കണമെങ്കിൽ മുസ്ലിമുകൾ BJPയെ അംഗീകരിക്കണം. BJPക്ക് വോട്ട് ചെയ്യുകയില്ല, ഞങ്ങളുടെ വോട്ടൊക്കെ കോൺഗ്രസിനോ CPMനോ ആണ്, പക്ഷെ ഞങ്ങൾക്കുള്ള പദവിയൊക്കെ കിട്ടണം എന്ന് വാശി പിടിക്കുന്നത് എന്ത് യുക്തിയുടെ പുറത്താണ്? മുസ്ലിം സമുദായത്തിന് വേണ്ടി, ആ സമുദായത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി എത്രയോ നിയമനിർമ്മാണങ്ങൾ ഈ സർക്കാർ കൊണ്ടുവന്നു, മുത്തലാഖ് നിർത്തിയതടക്കം. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു കൂറും നന്ദിയും ഈ സമൂഹം BJPയോട് കാണിക്കാതിരിക്കുമ്പോൾ, ഇപ്പോഴും വലിയ വിരോധം അവർ വച്ചു പുലർത്തുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിമിനെ കേന്ദ്രമന്ത്രിയാക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നത്? അബ്ദുൽ സലാമിനോട് ഇക്കാര്യം ഞങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിലായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായാലും കേന്ദ്രത്തിൽ ഒരു മിനിസ്റ്റർ വരണമെങ്കിൽ ആദ്യം അതിന് മുമ്പ് ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ട്. വാട്ട് ഈസ് എ പ്രീ റിക്വസിറ്റ്? നിങ്ങളൊരു MP ഉണ്ടായിരിക്കണം. MPക്കേ മിനിസ്റ്ററാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം MPയെ നമ്മൾ അയച്ചിട്ടില്ല ഇതേവരെ. മുസ്ലിം MP കോൺഗ്രസ്സിൽ പോയി കാണും. BJP ഗവൺമെൻറ് ഉള്ളപ്പോൾ ഒരു മുസ്ലിം MP ഇല്ലാതെ ഇങ്ങനെ ഒരു മുസ്ലിം മിനിസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും? അദ്ദേഹം പറയുന്നത് 100% ശരിയാണ്. അതായത് മുസ്ലിം MPയെ സൃഷ്ടിക്കുന്നതിന് ശ്രമിക്കാതെ അവർ പറയുന്നു എവിടെ മുസ്ലിം മിനിസ്റ്റർ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല, അതേ ഉദിക്കുന്നില്ല. അതിന് ഒരു സൊല്യൂഷൻ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമ്മളിവിടെ കേരളത്തിൽ കഴിഞ്ഞൊരു ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, കേരളത്തിൽ 95 ലക്ഷം മുസ്ലിങ്ങളുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 65 ലക്ഷം ക്രിസ്ത്യാനിയുള്ള കാര്യം പറയും. ഇവർ കാണിക്കുന്ന ഒരു മോഡലുണ്ട്, ക്രിസ്ത്യൻ മോഡൽ ഓഫ് പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ്. ഒരു ക്രിസ്ത്യൻ മോഡൽ. ഐ വാസ് ജസ്റ്റ് ഡൂയിങ് സം റിസർച്ച് ഓൺ ദാറ്റ്. അതിലവർ പറയണത് കേരള മുസ്ലിംസിന് ഒരു ഓപ്ഷനേ ഉള്ളൂ എന്ന്, അഡോപ്റ്റിംഗ് എ ക്രിസ്ത്യൻ മോഡൽ ഓഫ് പൊളിറ്റിക്സ്. എന്താണ് ക്രിസ്ത്യൻ മോഡൽ ഓഫ് പൊളിറ്റിക്സ്? അവരെ നമ്മുടെ മുസ്ലിംസ് കണ്ണു അടച്ച് BJPയെ എന്ത് നല്ലത് ചെയ്താലും എതിർക്കുന്ന പക്ഷത്ത് നിൽക്കുകയാണ്. സ്ഥായിയായി UDFനോട് LDFനോട് നിൽക്കുകയാണ്. അത് കേരളത്തിൽ വർക്ക് ചെയ്തേക്കാം, ചെയ്യുമായിരുന്നു ഇതേവരെ. പക്ഷേ കേന്ദ്രത്തിൽ കഴിഞ്ഞ 11 കൊല്ലം 12ാമത്തെ കൊല്ലം വളരെ സക്സസ്ഫുൾ മോഡി ഗവർണൻസ് വരുമ്പോഴും അത് ദാറ്റ് ഹാസ് പോയിസ്ഡ് എന്ന വോയിസ് ചെയ്തു. മോഡി 3, 4, 5 എന്ന് പറഞ്ഞ് സ്ഥിരമായ ഒരു കേന്ദ്ര ഗവൺമെൻറ്, BJP സെൻട്രിക് ഗവൺമെൻറ്, NDA സെൻട്രിക് ഗവൺമെൻറ് സെറ്റ് ചെയ്തിരിക്കുകയെ. അത് മാറാൻ ഒക്കത്തില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ വിസ്ഡം ഉണ്ടാവണം. വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ വിസ്ഡം? അത് നമ്മുടെ വേറൊരു മൈനോറിറ്റിയായ ക്രിസ്ത്യൻസ് കാണിക്കുന്ന വിസ്ഡമാണ്. അവർ കണ്ണുടച്ച് തീർക്കുന്നില്ല, അവർ നന്മയെല്ലാം നന്മയായിട്ട് കാണുന്നു, അവർ ചേർന്ന് നിൽക്കാൻ മനസ്സ് കാണിക്കുന്നു, ഭരണം ഷെയർ ചെയ്യാനുള്ള എന്താ പറയുക മനസ്സ് കാണിക്കുന്നുണ്ട്. ഇത് ഇന്നും നമ്മളൊരു ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ ശത്രുവായിട്ട് കാണാൻ എന്ത് റീസൺ? ഒരു റീസണുമില്ല. വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റിറ്റ്യൂഡ് മുസ്ലിം കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ കേന്ദ്രത്തിൽ എത്ര കാലം മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുവരെ അവർക്കവിടെ 0 മിനിസ്റ്റേഴ്സ് ആയിരിക്കും, സംശയമൊന്നുമില്ല. ഞാൻ മലപ്പുറത്ത് 24 ഐ വാസ് ദ ഓൺലി മുസ്ലിം കാൻഡിഡേറ്റ്. എനിക്ക് അതിന് മുമ്പ് കിട്ടിയതിനേക്കാൾ 20,000 വോട്ടാണ് കൂടുതൽ കിട്ടിയത്. അത് ഡ്യൂ ടു വ്യക്തിപരമായ ഇതൊക്കെ കൊണ്ട് കിട്ടിയതാണ്. അവിടെ ഏതാണ്ട് 15 ലക്ഷം വോട്ടുള്ള സ്ഥലമാണ്. അവിടെ എത്രയോ കൊല്ലമായിട്ടാണ് മുസ്ലിം ലീഗുകാർ വരുന്നത്. കുഴപ്പമൊന്നുമില്ല മുസ്ലിം ലീഗ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, അന്ന് ഞാൻ തോറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത്രയും മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്ത് 27% മുസ്ലിങ്ങളുള്ളൊരു സ്റ്റേറ്റിൽ മുസ്ലിമിന് റെപ്രസെൻറ്റേഷൻ BJPയിലില്ലാത്തതുകൊണ്ട്, മുസ്ലിം മിനിസ്റ്റർ വരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഓപ്ഷൻ ഞാൻ കണ്ട്, മുസ്ലിം ലീഗിന് 3 MPമാരുണ്ട്. അതായത് മുസ്ലിം ലീഗിന് 3 MPമാരിൽ ഒരാൾ 10 കൊല്ലം, ഒരാൾ 15 കൊല്ലം, ഒരാൾ 20 കൊല്ലം, അവരിങ്ങനെ അവരെ ടേം അങ്ങ് വളരെ വളരെ എന്താ അൺപ്രൊഡക്റ്റീവ് ടേം ഞാൻ പറയണത് പോകുന്നു. മറിച്ച് അവരാരെങ്കിലും ഒരാൾ മിനിസ്റ്ററായിട്ടുണ്ടായിരുന്നെങ്കിലോ അവരുടെ സർവീസിൻ്റെ പവർ എന്തായിരിക്കും? ഞാനത് ഒരു MPയോട് സജസ്റ്റ് ചെയ്തു, നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ BJPയിൽ ലയിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ BJPയുടെ അലൈ ആവുക, NDA അലൈ ആവുക. അലൈ ആകുമ്പോൾ നിങ്ങൾക്കൊരു മിനിസ്റ്റർ കിട്ടില്ലേ? അങ്ങനെ ഒരു മിനിസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ ഓഫ് സർവീസ് ടു ദ കോമൺ മാൻ മച്ച് പവർഫുൾ ആയിരിക്കത്തില്ലേ? അതിനും അവർ തയ്യാറായില്ല. അതിനിടയ്ക്കാണ് നമ്മുടെ സഹോദര കമ്മ്യൂണിറ്റിയായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിട്ട് BJPയോട് ചേർന്ന് വന്നു.
സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ചിന്തിക്കണം, ഇവർ ഇതിനു വേണ്ടി തന്നെ ഇൻ്റലക്ച്വൽ സെഷൻസ് നടത്തണം, അനലൈസ് ചെയ്യണം. ഇതുവരെ വന്ന വഴി നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സംസ്ഥാനത്ത് മാത്രം നമ്മൾ LDFിനോടോ UDFിനോടോ ചേർന്ന് നിന്നാൽ അത് വേറെ ഒരു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. UDFിലെ മെയിൻ കക്ഷി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാണ്, കോൺഗ്രസ് തകർന്നു വീഴുകയാണ്. ഇനി അവർ എത്ര ആൾ ചേർന്ന് നിൽക്കുമെന്ന് അവരാലോചിക്കണം. അവർക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരേ ഒരു ഓപ്ഷൻ ആസ് എൻ അലൈ, ആസ് എൻ ഇൻ്റലക്ച്വൽ പൊളിറ്റിക്കൽ ടീം അവർക്കുള്ള അലൈ ഇന്ന് NDA ആണ്, ഇന്ന് BJP തന്നെയാണ്. ഇങ്ങനെ ചേർന്ന് നിന്നാൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അത് കഴിഞ്ഞ് വരുന്ന MLA ഇലക്ഷനും കൂടെ വരുമ്പം നമ്മുടെ ടയർ 1 ഭരണവും പഞ്ചായത്ത് ഭരണവും ടയർ 2 ഭരണവും സ്റ്റേറ്റ് ഭരണവും കേന്ദ്രത്തിലെ അലയൻസും കൂടെ വരുമ്പം 3 ടയർ വരുമ്പോഴത്തേക്ക് ഇതുവരെ വിഷമിക്കുന്ന ആൾക്കാർക്ക് വിഷമം മാറ്റി മുഖ്യധാരയിൽ വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് സ്നേഹത്തോടു കൂടിയാണ് ഞാൻ പറയണത്, രോഷത്തോടു കൂടിയല്ല പറയണത്. യൂസ് യുവർ പൊളിറ്റിക്കൽ വിസ്ഡം. യു ഹാവ് എ നമ്പർ ഓഫ് intellectual sessions to analyze what has happened. What is this model, Christian model of polity in India? അതിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാറിയില്ലെങ്കിൽ അത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ ചെയ്യുന്ന ദ്രോഹം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.